ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. പിന്നെ മോൾക്ക് അമ്പലത്തിൽ പ്രോഗ്രാമുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1:30 ആകുമ്പോൾ ഞങ്ങൾക്ക് ഡാൻസിന് പോകണം. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിൽ കയറി ഇടിയപ്പവും പീസ് കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇന്നലെ വെള്ളത്തിൽ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയും വയ്ക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ചോറും ഉണ്ടാക്കണം, അതിന് കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു കട്ടനൊക്കെ ഇട്ട് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് പോയത്. അപ്പോൾ പീസെല്ലാം കഴുകി ഞാൻ അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തേക്ക് പിന്നെ ഞാൻ ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു സബോളയും കൂടി അരിഞ്ഞ് പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് ഉപ്പിട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവി വെന്ത് കഴിയുമ്പോൾ നമുക്ക് കറിയാക്കാമല്ലോ. അതിനൊപ്പം നമുക്ക് ഇടിയപ്പം നെക്കിപ്പോകാം. അപ്പോൾ ഈ കൂടെ തന്നെ ഞാൻ സ്റ്റൗവിൽ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അത് തിളയ്ക്കുമ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഒരേപോലെ പോകുമല്ലോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ എനിക്ക് അത് തിളച്ച് കുഴച്ചും വയ്ക്കാം എന്ന് വിചാരിച്ച് ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം തിളച്ച് കഴിഞ്ഞ് ഞാനത് പൊടി നന്നായിട്ട് വാട്ടി കുഴച്ച് ഒരു 10-15 മിനിറ്റ് ഞാൻ തണുക്കാൻ വയ്ക്കും. നമുക്ക് പിടിച്ചെടുക്കേണ്ട കൈ കൊണ്ട്. അങ്ങനെ തണുത്തതിന് ശേഷം ഞാൻ പിന്നെ അത് ഇടിയപ്പം നെക്കി വയ്ക്കുന്നത് ഇച്ചിരി ടൈറ്റായിരുന്നു കേട്ടോ അത്. പക്ഷേ പിടിക്കുമ്പോൾ മാവിന് നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എനിക്കത് ഇച്ചിരി ടൈറ്റ് പോലെ തോന്നി. പിന്നെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ മോള് ഫസ്റ്റ് തന്നെ ഇടിയപ്പം മാത്രം കഴിച്ചുകൊണ്ടാണ് ട്യൂഷന് പോയത്. കറി ഞാനതിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു അത് വേണ്ടമ്മേ, പഞ്ചസാരയിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പോയി. പിന്നെ പോയി കഴിഞ്ഞാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിച്ചത് മസാലയൊക്കെ ചേർത്ത് മാത്രം, തേങ്ങാപ്പാലൊന്നും പിഴിയണില്ല. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കറി കൂടുതൽ മിച്ചം ഉണ്ടാവും. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ മസാലപ്പൊടിയൊക്കെ ഇട്ട് മാത്രം വെച്ചാൽ മതി. അപ്പോൾ അതിന് കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു സിമ്പിളായിട്ട് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് മോള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ വന്നപ്പോൾ വെയിലല്ലേ, രാവിലത്തെ വെയിലാണെങ്കിലും ഭയങ്കര അതാണ്. അപ്പോൾ ആ ക്ഷീണം കൊണ്ട് എന്നോട് ഒരു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ കുടിച്ചപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടത്. പിന്നെ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മീൻ വരണം കറി വയ്ക്കാനായിട്ട്, മീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരണ നേരത്ത് എനിക്ക് തുണിയും അലക്കാനിടാം. കുറച്ച് പാത്രമുണ്ട് എനിക്ക് കഴുകാൻ. ഞാൻ എടുത്ത പാത്രമല്ല, അപ്പോൾ കഴുകിയൊക്കെ വെച്ചത് കണ്ട് ഒരുപാട് പാത്രം എനിക്ക് കഴുകാനില്ല, കുറച്ചേ ഉള്ളൂ. എന്നാൽ ഈ ഇടിയപ്പമൊക്കെ നെക്കി നമ്മൾ ഇത്തിരി നേരം വെള്ളത്തിൽ മുക്കി ഇട്ടിരുന്നാൽ പെട്ടെന്ന് നമുക്ക് അത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് നേരമൊന്നും മുക്കി വെച്ചില്ല. അതുകൊണ്ട് ഇത്തിരി അത് നന്നായിട്ട് തേച്ച് നന്നായിട്ട് കളയണമായിരുന്നു. നമ്മൾ ഇത്തിരി ബലം പിടിച്ച് തന്നെ തേച്ച് കളയണമല്ലോ ഈ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം നന്നായിട്ട് തേച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊന്ന് കമഴ്ത്തി ഒരു 10-15 മിനിറ്റ് വെള്ളം ഊറിക്കഴിയുന്നുണ്ട്. വെള്ളം ഊറിക്കഴിഞ്ഞ് തുടച്ച് വേണം വയ്ക്കാൻ. അപ്പോൾ അങ്ങനെ പാത്രമെല്ലാം കഴുകി ഞാൻ കമഴ്ത്തി വെച്ചതിന് ശേഷം പിന്നീട് ഞാനത് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് പിന്നെ അതൊന്ന് തുടച്ച് ഒക്കെ ഞാൻ ഷെൽഫിൽ വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് തൂത്ത് വാരാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാണ് പിന്നെ അകമൊക്കെ ഒന്ന് തൂത്ത് ഇടണമായിരുന്നേ. അപ്പോൾ തൂത്ത് ഇട്ടതിന് ശേഷം തുടയ്ക്കാനുള്ള സമയമൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം തുടച്ചതാണെങ്കിൽ ഇനിയിപ്പോൾ വിഷു വരണുണ്ടല്ലോ, അപ്പോൾ
നമുക്കൊരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കത് തുടയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല. അകമൊക്കെ ഒന്ന് തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. തൂത്ത് ആയിട്ട് അങ്ങനെ ഞാൻ തൂത്തിട്ടതിന് ശേഷം പിന്നീട് ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലക്കാനായിട്ട് ഞാൻ എല്ലാ തുണിയും ഞാൻ അലക്കിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു തിരുവാതിര അമ്പലത്തിലുള്ളത് കൊണ്ട് ആ ഉടുത്തിരുന്ന സെറ്റൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് സ്റ്റാർച്ച് ചെയ്തൊക്കെ മുക്കിയിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാത്രം കഴുകിയിടാം. പിന്നെ ഈ തിരക്കായതുകൊണ്ട് പോകണമല്ലോ, ഒരു 1:30-1:45 കഴിയുമ്പോൾ ഇറങ്ങണമുണ്ട്. എല്ലാ തുണിയും ഞാൻ കഴുകാനും നിന്നില്ല. ആ തുണി മാത്രം കഴുകാൻ വേണ്ടിയിട്ട് അതിട്ട് വാഷ് ചെയ്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോണതിന് മുൻപായിട്ട് നമുക്ക് അതൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ, നല്ല വെയിലല്ലേ. അപ്പോൾ അങ്ങനെ ആ തുണി മാത്രം ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ എടുത്തിട്ടിട്ട് പോകാമല്ലോ. പിന്നെ അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മീൻ വന്നത്. അപ്പോൾ മീൻ വന്നതിന് ശേഷം ഇത്തിരി വലിയ മീൻ വന്നതല്ല, മീൻ ഞാൻ വാങ്ങിയതാണ്. സാധാരണ കൊണ്ടുവരാറല്ലേ ഉള്ളത്. അപ്പോൾ ഇവരോട് താമസിക്കണോണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് അടുത്ത് തന്നെ നമുക്ക് തുണ്ടമീൻ മേടിച്ച് അത് മുറിച്ച് കഴുകിയിട്ട് കറി വയ്ക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ആ മീൻ കഴുകി ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ അത് കറി വയ്ക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാൻ കടുക് പൊട്ടിച്ച് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം, ഒരുപാട് വാടിയൊന്നും പോവണ്ട, ഒന്ന് ലൈറ്റായിട്ട് വാടിയാൽ മതി. മീൻകറിക്ക് ലൈറ്റായിട്ട് വാടണമാണ് എനിക്കിഷ്ടം. ഞാൻ ഒരുപാട് അങ്ങോട്ട് വാട്ടി അങ്ങോട്ട് നന്നായിട്ടൊന്നും എടുക്കുകയില്ല. ഒരു മീഡിയം ടൈപ്പ് അത്രയും വാടിക്കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കണമല്ലോ. അതിന് ഉപ്പും പുളിയും കൂടി ഇട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുറിച്ച മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കേരയാണ് വാങ്ങിയത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് തിളയ്ക്കണമല്ലോ. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു അരമുറിയൊന്നും വേണ്ട തേങ്ങ, അതിൻ്റെ പാല് പിഴിഞ്ഞ് അത് നന്നായിട്ട് അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം. അത് എന്തുമാത്രം ഗ്രേവി എന്തുമാത്രം വേണമെന്നുള്ള, ചില ആൾക്കാർക്ക് അധികം ഗ്രേവി അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വറ്റി ഞാനത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ചോറ് ഊണ് കഴിഞ്ഞ് ഞങ്ങൾ പോകാനൊരുങ്ങി. അങ്ങനെ 1:45 കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പ്രോഗ്രാം സ്ഥലത്ത് ചെന്നപ്പോൾ കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റമൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മഴയൊക്കെ അല്ലേ, ആരും വരികയില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴയൊക്കെ കുറഞ്ഞെങ്കിലും ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനു മുമ്പ് ഞങ്ങളുടെ പ്രോഗ്രാമിന് മുമ്പ് തന്നെ ഒരു തിരുവാതിര പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് കഴിഞ്ഞു. വീഡിയോയിലൊന്നും വരാനുള്ള താല്പര്യമൊന്നും പിള്ളേർക്കില്ല, അതുകൊണ്ട് അങ്ങനെ ഫേസൊന്നും തന്നില്ല. എന്നാലും ഞാൻ അത്യാവശ്യം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചൊരു 10-11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ടീച്ചറിൻ്റെ അമ്മേനെയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങനെ ഒരു 12:30 ആയിട്ട് ഞങ്ങളെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.